ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു മൊമെന്റിലാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ലത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ റാങ്ക് ലിസ്റ്റ് ആണ്. അതില് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ധാരാളം കാൻഡിഡേറ്റ്സ്, ഏതാണ്ട് 150ഓളം പേര് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വല്ല അതിമധുരമാണത്. കാരണം ഞങ്ങൾ വളരെ വലിയ ഒരു കോഴ്സ് തന്നെയാണ് നടത്തിയിരുന്നത്. കോഴ്സിൽ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. ഒരു നീണ്ട നിര കുട്ടികൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും 150ഓളം പേര് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏറ്റവും അഭിമാനകരമായിട്ട് ഉള്ള ഒരു നേട്ടമാണ്. വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടും ആ അധ്യാപകരും പ്രൗഡബിൾ മൂമെന്റിൽ എത്തുന്നത്. ആ ഒരു മൂമെന്റിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന്റെ സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായി പറയാനുള്ളത് മഹേഷ് MB, വർഗീസ് ജോയ്, അമൽ CS, സെബിൻ സുരേന്ദ്രൻ, ജിതിൻ S, ഹരിപ്രസാദ് CB, വിഷ്ണുപ്രസാദ് B, അഖിൽ KV തുടങ്ങിയ ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്ക് പറയുവാനുണ്ട്. ഇനി വരുന്ന 34 പേജുകളിൽ ഒരു നീണ്ട നിര തന്നെ ഞങ്ങൾക്ക് കാട്ടി തരുവാനുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാൻഡിഡേറ്റുകളുടെയും ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് മറ്റൊരു സമയത്തിൽ മറ്റൊരു അവസരത്തിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഇതൊരു അനവസരമായി പോകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നീണ്ട നിര നിങ്ങളെ കാണിച്ചു തരികയാണ്, നമ്മുടെ ഒരു നേട്ടത്തിന്റെ ഒരു നീണ്ട നിര. അതിലുപരി വിഷ്ണു സാറ്, ദിൽജിത്ത് സാറ്, ജെയ്സൺ സാറ്, വിപിൻ സാറ് എന്നിവരും നമ്മുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ ഒരു ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയാണോ? അല്ല, വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. അതായത് ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഒരേ അവസ്ഥയിൽ ഒരേ ഉയർന്ന പദവികളിലേക്ക് നടന്നെടുക്കുന്നു എന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു മൂമെന്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ജീവിതത്തിൽ വിജയം നിങ്ങളെ തേടി ഏത് നിമിഷവും എത്തും എന്നതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകളിലെ സ്റ്റുഡൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ കോഴ്സിൽ അല്ലാതെ ജോയിൻ ചെയ്തവരും. അവരുടെ ഒന്നും പേര് ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു. ഏതാണ്ട് മെയിൻ ലിസ്റ്റിൽ 100-നടുത്ത് കാൻഡിഡേറ്റ്സിനാണുള്ളത്. ഇനി 2 ലിസ്റ്റും കൂടി കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് 150-നടുത്ത് കാൻഡിഡേറ്റ്സ് ആണുള്ളത്. അപ്പം ഇതൊന്നും ചെറിയൊരു നേട്ടമേ അല്ല, വലിയ നേട്ടം തന്നെയാണ്. അപ്പം ഇതിന്റെ ഒരു വലിയ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് ആൾക്കാർ കുറച്ച് പിന്നിലായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് അതിൽ കയറാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കോഴ്സ് വിവിധ ഘട്ടങ്ങളിലായിട്ട് ജോയിൻ ചെയ്ത പലർക്കും കയറാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ റാങ്കിന്റെ പിന്നിലേക്ക് മാറിയതോ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാത്തോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരാജയമായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടരുത്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനിയും വലിയ നേട്ടങ്ങളുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ്. ചിലർ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലർ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അറ്റംപ്റ്റ് ചെയ്ത് വന്നവരായിരിക്കാം. ഇതൊക്കെ ഇതിന്റെ ഒരു മാനദണ്ഡമാണ്. ആ സമയത്ത് നിങ്ങളുടെ ഒരു ലെക്കോ അല്ലെങ്കിൽ മറ്റു പല ഫാക്ടേഴ്സും ആയിരിക്കും നിങ്ങളെ സെറ്റ് ബാക്ക് ചെയ്ത്. ഇനി നിങ്ങളുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളാണ് കിടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കൽ പോസ്റ്റുകൾ ഒഴിഞ്ഞു വരികയാണ്. അതിന്റെ വേക്കൻസികൾ കൂടി വരികയാണ്. RRBJ പോലുള്ള വേക്കൻസികൾ, ടെക്നീഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് പോസ്റ്റുകളുടെ നിരന്തരമായുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. കാരണം ഈ എഫർട്ടുകൾ, അതായത് ഈ ഒരു എക്സാമിന് വേണ്ടി ഇട്ട എഫർട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ നയിക്കാൻ ശക്തിയുള്ള ഒരു അറിവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു പരാജയത്തെ വിജയത്തിന്റെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുക. ഈ തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിലേക്കായിരിക്കും എത്തിക്കുന്നത്. വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ കൈക്കുമ്പിളിലെത്തും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത് ഒരു ബാക്കപ്പായിട്ട് കരുതരുത്. ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു മൊമെന്റ്, ഒരു തുടക്കമായിട്ട് തന്നെ കരുതി നിങ്ങൾ മുമ്പോട്ട് പോവുക. അവിടെ നിങ്ങളെ കാത്ത് വിജയം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിലും ഉയർന്ന പദവികളും ഉയർന്ന തസ്തികകളും ഉയർന്ന ശമ്പളവും ഒക്കെ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ അത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരും റാങ്ക് ലിസ്റ്റിന്റെ പിന്നിലായി പോയി എന്ന് കരുതി വിഷമിക്കുന്നവരും ഒരു കാരണവശാലും അത് ആ ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. നിങ്ങളെ കാത്ത് വലിയ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ഒരു ദിവസം നിങ്ങൾക്കും ഉണ്ടാകും. ഇനി വിജയിച്ചവർക്ക്, പരീക്ഷയിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലുള്ള ആശംസകൾ. എല്ലാ കാര്യങ്ങൾക്കും, ഇനിയുള്ള ഏത് കാര്യത്തിനും മറ്റേത് പരീക്ഷകൾക്കും നിങ്ങൾക്കൊപ്പം ഏണസ്റ്റ് അക്കാഡമി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ, എല്ലാ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.